ഹലോ, വെൽക്കം ടു മൈ നെക്സ്റ്റ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നെക്സ്റ്റ് ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അഡ്വഞ്ചർ വിത്ത് ബെന്ന എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ബർഗ്ഫിസി കാനോണിലേക്ക് ട്രെക്കിംഗ് ആയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു ടിബ്ലിസിയിൽ. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ നോക്കിയപ്പോൾ മഴ തുടങ്ങി. രാവിലെ 8:15 നമ്മൾ ഗുരാമശ്വലി മെട്രോ സ്റ്റേഷനിൽ എത്തണം. അവിടെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ റെഡിയായി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അതുകൊണ്ട് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ 8 മണിയായപ്പോൾ അവിടെ എത്തി. നമ്മൾ ബസ് കണ്ടു. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കയറിയ ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളാണ് ഫസ്റ്റ് എത്തിയതെന്ന്. നമ്മൾ സീറ്റിലൊക്കെ വന്നിരുന്നെങ്കിലും നമ്മൾ ആകെ സാഡായിരുന്നു. കാരണം ഇത്ര ആഗ്രഹിച്ച് നമ്മളൊരു ട്രിപ്പ് പോകുമ്പം വെതർ ഇങ്ങനെ റെയിനി ആയപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് എങ്ങനെയായിരിക്കും, അവിടെയും റെയിനി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് ആകെ കുളമാകുമല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ആകെ വിഷമമായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും കഴിക്കാതെയാണ് വന്നത്. മറ്റു സ്റ്റുഡൻസൊക്കെ വരാൻ വെയിറ്റിംഗ് ആയതുകൊണ്ട് തൊട്ടടുത്ത ഷോപ്പിൽ പോയി നമുക്ക് പ്രോട്ടീൻ ബാർ വല്ലതും മേടിക്കാമെന്ന് പറഞ്ഞ് ഞാനും അങ്കും കൂടെ ഷോപ്പിലേക്ക് പോയി. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഓൾറെഡി കയറിയിരുന്ന ബസ് സെക്കൻഡ് ബസ് ആയിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ പ്രോട്ടീൻ ബാറൊക്കെ മേടിച്ച് ബസ്സിലേക്ക് എത്തി. അങ്ങനെ ഫസ്റ്റ് ബസ്സിൽ കയറാൻ അവർ നമ്മളോട് പറഞ്ഞു. തുടക്കത്തിലൊരു മഴ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു വിചാരം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ജാക്കറ്റാണ് എടുത്തിരുന്നത്. പക്ഷെ നമ്മൾ ബസ്സിൽ വന്ന് കയറിയിരുന്നപ്പോൾ മുതൽ നമുക്ക് നല്ല തണുപ്പായിരുന്നു. രാത്രിന് 8:15 ഗുരാമശ്വലി എത്തണം എന്ന് പറഞ്ഞിട്ട് പാതി സ്റ്റുഡൻസും 9 മണിയായിട്ട് പോലും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ജാക്കറ്റ് മാറ്റി എടുക്കാൻ വേണ്ടി ഞാനും അങ്കും വീട്ടിലോട്ട് പോയി. അങ്ങനെ 9:30 ആയപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ബസ്സിലുണ്ടായിരുന്നത് മിക്സ്ഡ് സ്റ്റുഡൻസ് ആയിരുന്നു. മലയാളീസ് ഉണ്ടായിരുന്നു, ഹിന്ദിക്കാരുണ്ടായിരുന്നു, തെലുഗു സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ഇവരൊന്നും നമുക്ക് പരിചയമില്ലാത്തവരായിരുന്നു. അങ്ങനെ 10 മണിയായപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി. സ്റ്റുഡൻസിന് എന്തെങ്കിലും സ്നാക്സ് വല്ലതും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാനായിട്ടാണ് അവിടെ നിർത്തിയത്. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ് രാഘവത്തിൽ ഗ്രീഷ്മ കൈയൊക്കെ കെട്ടി. ഹേ ഗായ്സ്, ഞങ്ങളങ്ങനെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്താ സാധനം എനിക്ക് പറയാനുള്ളത്? ഇതൊക്കെ എന്ത് തുടങ്ങിയതല്ലേ, കാണിച്ചു തരാം. ഓക്കെ, ഫുൾ ചെല്ലാണ്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടന്ന് നീങ്ങി. ആദ്യത്തെ റോഡ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ കാണുന്ന പോലെയാണ്. കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലോട്ട് പോകുന്നതായിരുന്നു യാത്ര. സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പാറക്കെട്ടുകളായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ട ഒരാളോട് നമ്മുടെ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് തന്ന ഫോട്ടോ ഇഷ്ടപ്പെടാത്ത സങ്കടത്തിൽ നമ്മൾ വീണ്ടും നടന്ന് നീങ്ങി. സോനിക്ക് എന്താ പറയണ്ടെന്ന്? എന്താ സോന? നമ്മള് ബത്തേത്തി വന്നപ്പോഴും ഇതുപോലെ ആയിരുന്നു. ഓ, ആകെ കുറച്ചേ നടന്നിട്ടുള്ളൂ. ബട്ട് വയ്യ. അങ്കു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അങ്കുന് ക്ഷീണായി. അങ്കു ഉറങ്ങുമായിരുന്നു. അങ്കു എപ്പോഴും ഉറങ്ങിയ നടക്കണേ. മടുത്തു ഗൈസ്, മടുത്തോ? ഉണ്ടോ? നമ്മുടെ കല്ലിൽ കൂടെ കയറി. Everyone has to go over. Everyone has to go optional. Oh, Angel, നമ്മളെങ്ങനെ കയറും? കിശുമാ, നമ്മളെങ്ങനെ കയറും? ഇപ്പൊ കയറും.
Generally, this is very steep. Guys, പറ. ഞങ്ങൾ ഒരു മല കയറി, ഒരു കല്ലുമല. ഇനിയുണ്ട് പാറയാണ്, പാറ. ബട്ട് ഞങ്ങൾ കയറി ലാസ്റ്റ് വരെ കാണിച്ചു തരും ഗൈസ്. അതുപോലെ ഇവിടെയൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇതെന്ത് എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് വേറൊരു ഫീല് തന്നെയാണ്. ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അത് മാറി തന്നു. പാവം കൊച്ച്. നോക്ക്, ഒരു വീഡിയോ ഒക്കെ എടുക്കും. അവിടെ മഞ്ഞുമലയുണ്ട്. ഞങ്ങൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ നിന്നിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റായി. നമ്മുടെ കൂടെ വന്നവരൊക്കെ മേളിലെത്തി ഗൈസ്. ബായ്. ഇങ്ങനെ ഈ വഴികളൊക്കെ കാണുമ്പോൾ ഒരു കുഞ്ഞു വഴിയാണെങ്കിലും നമുക്ക് സ്മൂത്തായിട്ട് തോന്നും. പക്ഷേ നമ്മൾ താഴേന്ന് നടന്ന് വരുമ്പോൾ നമ്മൾ ഇപ്പം മേളിൽ വരെ വന്നു, നമുക്ക് ക്ഷീണമാവും, നമ്മൾ മടുത്തെന്നുള്ളൊരവസ്ഥയാവും. ഇവിടെ കയറുന്നിടം വരെ ഇതായിരുന്നു നമുക്ക് ഹാർഡായിട്ട് തോന്നിയത്. പക്ഷേ ഈ വീഡിയോ ഇവിടെ മുതലാണ് ശരിക്കും ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. ഇതെന്ന് പറയുന്നത് ചെറിയൊരു ഇടുക്ക് വഴിയുള്ളൂ നമുക്ക് പോകുവാൻ. സൈഡിൽ അപ്പുറത്തും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പാറകളാണ്. ആ പാറമേ പിടിക്കുകയാണെങ്കിൽ ഫുൾ സ്ലിപ്പറിയാണ്. ആൻഡ് ഇപ്പോൾ പായലില്ലാത്തൊരു സൈഡാണെന്നുണ്ടെങ്കിൽ പാറ ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈ വേദന എടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ തണുപ്പ് കൊണ്ട് നമുക്ക് വേദന എടുക്കും. പിന്നെ ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയും. ഇങ്ങനെയാണോ മലയാറ്റൂര്? സോണ നെല്ല് എങ്ങനെയുണ്ട് സോണ? നമ്മള് വന്ന വഴി കാണിച്ചു തരാം. പിടിച്ചിറങ്ങണം കല്ലുമേ. പക്ഷെ പിടിച്ചിട്ട് കല്ലൊക്കെ തണുത്തിരിക്കുന്നത് കൊണ്ട് വേന എടുക്കണം. പായല്ല, തെന്നിപ്പോളും. ബൈ. ഹായ് ഗായ്സ്, കാണിച്ചു തരാട്ടോ. ഞങ്ങൾ മല കടന്നെത്തി. നമ്മൾ മല കയറി, ഒരു മല ഇറങ്ങി. ഇനിയിപ്പോ ആ മല കയറി മറ്റേ മല ഇറങ്ങണം. ഈ മലയല്ല, മനസ്സിലാവുള്ളൂ. ആരൊക്കെയോ അവിടെ പോയിരിക്കും. Take it easy. एक पैर डालना है और रुकना है. ओके, डोंट गो फॉर द लेग.
എടി ഷൂവും സോക്സ് ഊരേണ്ടി വരുമെന്ന് ഫുൾ ഇത്രയും വെള്ളമാണ്. ഷൂവും സോക്സ് ഊരേണ്ടി വരും, വെള്ളമാണ്. പക്ഷെ അത് റിസ്ക്കാണ്. പിന്നെ വെള്ളത്തിൽ you have to remove your shoes and socks to walk through the water, which I'm going to do. I'm not going to climb that. കൈ കണ്ടോ, കൈയൊക്കെ കല്ല് വീണ് പൊട്ടി. നാടനോണ്ട് മതി. पालक के पत्ते वो भाई पॉपॉय बस नहीं വേണ്ട വേണ്ട. अरे लग रहा है वो बेचारा उसका भोजन दे दिया तुम्हारा. चल रहा है ഇവിടെ ഞാൻ കടന്നിട്ട് പോയാലോ? അവൻ്റെ ആ ഗുഹയുടെ സ്ഥലത്ത് കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ അവിടെ ഇരുന്നോളാം. തിരിച്ചു വരുമ്പോ ആരും കാണൂല, ഞാൻ അവിടെ ഉണ്ടാവും. കറിക്കോ ക്ഷീണായോ? മറ്റേ ബാഗുള്ളത് അവരെല്ലാരും ഒരു മീൻ പോയി. എന്തായാലും പറയാണ്ടോ? ഒന്നൊന്നര ട്രക്കിംഗ് ആയിപ്പോയല്ലേ ഇതാടാ സത്യത്തിൽ ബത്തേത്ത്. അതെ, ഇപ്പോഴാണ് മനസ്സിലായത്. ബത്തേത്തിയൊക്കെ നമ്മള് പോയി, പക്ഷെ സൈഡില് പോലെ വരൂലേ ഇത്. സ്റ്റിൽ തീർന്നിട്ടില്ല. ഇതെന്തോ ഇത് മടുത്തു എന്ന് പറഞ്ഞാൽ ലിറ്ററലി മടുത്ത്. ഗൈഡ് എന്ന് പറഞ്ഞു വന്നവൻ ഇതിലൂടെ പോയോ എന്തോ കാണാൻ. ഇപ്പൊ അവനെ നമ്മള് തപ്പി പിടിക്കേണ്ട അവസ്ഥയാ. എന്തൊക്കെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തിരിച്ച് ഇതുപോലെ തന്നെ ഇറങ്ങണം. അത് ഓർത്തിട്ട് തന്നെ എനിക്ക് വയ്യ. അല്ല, അവനെന്തിനാ പറ്റിക്കണേ? ഈ മല പിന്നെ എങ്ങനെ ഇറങ്ങും? പിന്നെ അവൻ ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു, കേറത്തില്ലായിരുന്നല്ലോ. കേറാണ്ടിരിക്കാനായിട്ട് അവൻ പറയാണ്ടിരുന്നാന്ന് തോന്നുന്നു. ഓ അതന്നെ ഗൊമ്മാലേ. ബൈ ഗൈസ്. കണ്ടോ ബർത്ത് സ്വീറ്റ്സിലെ പൂക്കൾ. പക്ഷെ ഇങ്ങനെ വലിയ ഭംഗിയില്ല.
മടുത്തുപോയി ഗൈസ്. അങ്ങനെ നമ്മള് ഏതോ ഒരു ടോപ്പിലെത്തി. ഇത് തന്നെയാണോ ഇനിയും നടക്കണമെന്നാണ് പറയണേ. ഇനി ഉണ്ടെന്ന് തോന്നുന്നു 10%. അവന്റെ 20% കിട്ടുള്ളൂ. സോന എവിടെ ഗുഹയിൽ വല്ല ഇരുത്തിയാൽ തിരിച്ചിറങ്ങുന്ന ആലോചിക്കാൻ കൂടി എല്ലാരും ആ ഒരു വ്യൂ കണ്ടിട്ട്. എനിക്കറിയാൻ പാടില്ല ഇവരെന്തേ കാണിക്കണേ. ഇവരെല്ലാരും കൊണ്ട് എല്ലാ സ്ഥലത്തും പോണെന്ന് തോന്നുന്നു. ആരാണ് നിർത്തുന്നത്? എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഇവിടെ നിന്നാലോ? എങ്ങനെ കേറൂത്? ചോദിച്ചടി ഏത് വഴിയാണ്? ഈ വഴിയാണ്. ഈ കുത്തനുള്ള അർഗത്തിൽ നമ്മൾ ഇറങ്ങണം. ഹൗ വിൽ വി? അതെ അതെ അതെ, കണ്ടു കഴിഞ്ഞാൽ തോന്നൂല്ലെങ്കിലും ഭയങ്കര പാടാണ്. നമ്മളൊരു വിധത്തിലാണ് കേറി വന്നത്. എന്റെ ടോയൊക്കെ തണുക്കുന്നു, വേനിക്കുന്നു. ജാക്കറ്റ് മാറ്റില്ലായിരുന്നുണ്ടല്ലോ. തേഞ്ഞാണ്. ഞങ്ങളിവിടെ വന്ന് കിടന്നു റെസ്റ്റ്. പാടുണ്ടായിട്ട് അങ്ങ് ദൂരെ ഒരു സ്പോട്ട് പോലെ കാണാൻ പറ്റുന്നുണ്ടോ? ബർത്ത്വേസിലെ പശുക്കളാണത്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി വരുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള മലയാണ്. അത് ഞാൻ സൂം എടുത്തേക്കുന്ന വീഡിയോ ആണിത്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നിറങ്ങി വന്നപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും നേരിട്ട് കണ്ടുമുട്ടി. കൂട്ടത്തിൽ ഇവരുടെ പ്രൊട്ടക്ടറായിട്ടൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയാണെങ്കിൽ കുറച്ച് സീനായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ കൂടെ വേറെ രണ്ട് ചെക്കന്മാരുണ്ടായിരുന്നു. അവരുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നമ്മുടെ ഷൂസിലൊക്കെ വെള്ളം കയറിയായിരുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്ത് തരുന്നപ്പോൾ നമുക്ക് അവർ ചായ ഇട്ട് തന്നു. അങ്ങനെ ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ബസ്സിലേക്ക് തിരിച്ചെത്തി. കാലൊക്കെ ഫുള്ള് നനഞ്ഞ്, ഷൂ ഒക്കെ നനഞ്ഞിട്ട് മാറ്റിയിട്ടും പറ്റില്ല. ഡ്രസ്സൊക്കെ നനഞ്ഞ് നമ്മളാ കയറിയ നമ്മളെങ്ങനെ വന്നു അല്ലേ, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മളെങ്ങനെ ഇറങ്ങിയെന്ന്. അപ്പോൾ ബൈ ഗൈസ്, ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.